അപ്പോൾ വെൻ സമ്മൺ കംസ് ആൻഡ് ടെൽസ് യു ദാറ്റ് Mhm. നിങ്ങൾക്ക് ഫൈൻ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും അത് മൊത്തത്തോടെ വേവ് ഓഫ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞാൽ തിങ്ക് ട്വൈസ്. അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമസ്കാരം, എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡയനസുമൻ. നമ്മളോടൊപ്പം ഉള്ളത് സി ജെയ്സൺ മണ്ഡപത്തിൽ ഫ്രം ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. പ്ലീസ് വെൽക്കം ടു ദ ഷോ. Thank you. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ബിഫോർ വി സ്റ്റാർട്ട് ദ ഷോ ലെറ്റ് മീ താങ്ക് യു. നമ്മുടെ പല വ്യൂവേഴ്സും there were enquiries that they directed through us. അപ്പോൾ ഒരുപാട് Yes. പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വാറ്റിലൊക്കെ ഫൈനൊക്കെ ചാർജ് വന്നവർക്ക് ദി ഗോട്ട് എ ലോട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം യുവർ കമ്പനി എന്ന് അറിയാൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. Anytime. It's our pleasure, yes. Yes. നമുക്ക് ആ പറഞ്ഞ ഒരു അവയർനെസ് is the Yeah. main concept that we need to spread over here. ആൻഡ് ഫോർ മീ പേഴ്സണലി എനിക്ക് ഷോ കണ്ട് വെൻ സംബഡി ഈസ് ഗെറ്റിംഗ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ് ഭയങ്കര ഫീലിംഗ്, ഒരു സന്തോഷമാണ്. സോ ഇന്ന് അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറ്റിലൊക്കെ പല ആളുകൾക്കും വാറ്റൊക്കെ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിലും ദർ മൈറ്റ് ബി എറേഴ്സ്. അറിഞ്ഞും അറിയാണ്ടൊക്കെ നമ്മൾ തെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അറിയാണ്ട് പോകുന്ന തെറ്റുകളുടെ സൊല്യൂഷനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ വാറ്റിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന എറേഴ്സും കാര്യങ്ങളും ഒന്ന് പറയാമോ? Sure. ഇപ്പം പറയുന്നത് പോലെ there are many points that where you can go wrong. അതായത് തെറ്റുണ്ടാക്കാൻ കുറേ പോയിന്റ്സ് ഉണ്ടാവും. അതിപ്പം അറിഞ്ഞിട്ടാവാം, അറിയാണ്ടും അറിയാണ്ടും ആവാം. അശ്രദ്ധയും. യെസ്. ഓർ ഹിയർ ഇപ്പം ഇൻ ദ പ്രാക്ടീസ് നമ്മളിപ്പം നോക്കുവാണെങ്കിൽ കൂടുതൽ കേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ there are few common errors or common malpractices that we need to discuss. Alright. അപ്പോൾ ആദ്യത്തെ ഒരു malpractice അല്ലെങ്കിൽ ഒരു common error that we have seen in the market is ഇപ്പം കുറേ പേര് ഇപ്പം ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ വാറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കാം. Yeah. അവരെന്ത് ചെയ്യും? അവർ കാശ് എപ്പോഴാണോ കിട്ടുന്നത് ആ കിട്ടിയ എമൗണ്ടിന്റെ പ്രൊപ്പോർഷനറ്റ് വാറ്റ് അവർ കമ്പ്യൂട്ട് ചെയ്ത് ദേ ആർ പേയിങ് ടു ദി ഗവൺമെന്റ്. അപ്പൊ അവിടെ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. അതൊരു മാൽ പ്രാക്ടീസ് തന്നെയാണ്. കാരണം വാറ്റ് നിയമം പ്രകാരം വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് ടൈം ഓഫ് സപ്ലൈ. അതായത് എപ്പോഴാണ് വാറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് നിങ്ങൾ സെൽ ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ അതിൽ 3 ടൈം പോയിന്റ്സ് ദർ ഗിവിങ്. ദർ സെയിങ് ഇറ്റ്സ് ഐദർ വെൻ നിങ്ങൾ സപ്ലൈ ചെയ്തു, അതായത് ആ സർവീസ് അല്ലെങ്കിൽ ആ ഗുഡ്സ് അങ്ങോട്ടേക്ക് കൊടുത്തു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവോയ്സ് റേസ് ചെയ്തു, ഏത് ടാക്സ് ഇൻവോയ്സ് റേസ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കിട്ടി. ഇതിൽ ഏതാണോ ഏറ്റവും ഏർലിയസ്റ്റ് ദാറ്റ് ഇസ് ദ പോയിന്റ് വെർ യു ഹാവ് ടു റെക്കോർഡ് വാറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവോയ്സ് റേസ് ചെയ്ത ടൈം തന്നെ വാറ്റ് റെക്കോർഡ് ചെയ്ത് ആ പറഞ്ഞ ക്വാർട്ടറിന്റെ ഉള്ളിൽ തന്നെ ഇൻ ദ ഫയലിംഗ് ടൈം യു വിൽ ഹാവ് ടു പേ ദ വാറ്റ്. യു ഷുഡന്റ് വെയിറ്റ് ഫോർ റിസീറ്റ് ഓർ ദർ. അപ്പൊ അത് റിസീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മാൽ പ്രാക്ടീസ് തന്നെയായി മാറിയിട്ടുണ്ടാവും. കുറെ പേർക്ക് ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് ഫൈൻ ഉണ്ടായിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് എ വെരി വെരി ക്രൂഷ്യൽ പോയിന്റ്. ആൻഡ് വൺ തിങ് ദേ ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഇസ് ഇപ്പം ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ടൈം തന്നെ ദേ വിൽ ഹാവ് ടു പേ ഇറ്റ് ഓഫ്. അപ്പോൾ കുറെ പേര് ഇപ്പം ദേ വിൽ സേ ഇപ്പോൾ നമുക്ക് ബിസിനസ്സിൽ കുറെ ബുദ്ധിമുട്ടുണ്ടാവും, അതായത് ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ദേ ആർ സെയിങ് നമുക്ക് ഇൻവോയ്സ് റേസ് ചെയ്തു, പക്ഷേ കാശ് കിട്ടുന്നത് ചിലപ്പം 6 മാസം 7 മാസം 8 മാസം ചിലപ്പം 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. സോ ദീസ് ആർ വാലിഡ് ബിസിനസ് പെയിൻ പോയിന്റ്സ് ആക്ച്വലി. അതായത് ഒരു ബിസിനസ് ഓണറുടെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് പോയിന്റ് തന്നെയാണ്. അപ്പൊ അവിടെ FT is giving a relief for that. അതായത് ദേ ആർ സെയിങ് നിങ്ങൾ ഈ ഒരു ക്വാർട്ടറിൽ ഫോർ എക്സാമ്പിൾ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ദെൻ വിത്തിൻ 6 months ആ ഒരു ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ദെൻ ഇൻ ദാറ്റ് കേസ് ഇൻ ദാറ്റ് ഫയലിംഗ്, അതായത് 6 months കഴിഞ്ഞിട്ടുള്ള ഒരു ക്വാർട്ടർ വരുമ്പോഴത്തേക്കും യു ക്യാൻ ക്ലെയിം ദാറ്റ് മണി ബാക്ക്. ക്ലെയിം ദി എമൗണ്ട് ദാറ്റ് യു ഹവ് പെയ്ഡ്. അതായത് ആദ്യം കൊടുത്തിരിക്കണം ആൻഡ് ദെൻ 6 months യു ഡിൻ ഗെറ്റ് യുവർ മണി ബാക്ക് ഓർ യു ഡിൻ ഗെറ്റ് യുവർ മണി ഫ്രം ദ കസ്റ്റമർ. അല്ലെങ്കിൽ ചിലപ്പം ബാഡ് ഡെറ്റ്സ് ഉണ്ടാവും, അതായത് യു ആർ റൈറ്റിംഗ് ഇറ്റ് ഓഫ്, കിട്ടാതെ തന്നെ ആ കാശ് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 6 months ദെൻ വി ക്യാൻ റിക്വസ്റ്റ് ദാറ്റ് ഫണ്ട് ബാക്ക്. അത് ആ വാറ്റ് ഫയലിംഗിൽ തന്നെ കൃത്യമായിട്ട് പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ക്ലെയിം ദാറ്റ് മണി ബാക്ക്. അമേസിംഗ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകർക്കും ഇപ്പോൾ അതൊരു കോറിലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഒരുപാട് കമ്പനീസ് PDC ചെക്കൊക്കെ കൊടുത്തിട്ട് പേയ്മെന്റ് കിട്ടാത്ത ഒരുപാട് കേസസ് ഉണ്ടാകാം. ഡെഫിനറ്റ്ലി. ഈ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോട്ട് എ വെരി ഈസി തിങ്. അത് മാനേജ് ചെയ്യാൻ തന്നെ നല്ലൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ദേ വിൽ ഹാവ് ടു മാനേജ് വാറ്റ് ഒബ്ലിഗേഷൻ. ബട്ട് ഒരു റിലീഫും ഉണ്ട്. ഇതിന്റെ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ട് ഇതിന്റെ ഇടയിൽ. ആൻഡ് ദേ ഹാവ് ടു ഫോളോ ദാറ്റ് ലോ. ഓൾറൈറ്റ്, പെർഫെക്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ റീച്ച് ഔട്ട് ചെയ്യാം. ദാറ്റ്സ് ഡയറക്റ്റ് നമ്പർ ടു റീച്ച് CA ജെയ്സൺ. അപ്പം എന്തായാലും 056-693-6999 നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. എന്താണ് സംശയം തോന്നിയാലും ഡെഫിനറ്റ്ലി ഒന്ന് റിങ് ചെയ്തേക്കാം. ഓക്കെ. ആൻഡ് മറ്റെന്തൊക്കെയാണുള്ളത് രണ്ടാമത്തെ ഒരു കോമൺ എറർ. Now, in these examples that we're giving, we'll say about 2 VAT output in the ratio and 2 VAT input in the ratio. നമ്മൾ ആദ്യത്തെ ഒരു VAT output issue we discussed. അതായത് അവർ ഇൻവോയ്സ് റേസ് ചെയ്യുന്ന ടൈം അല്ല, അവർ പേയ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടേ അവർ കൊടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു കോമൺ പോയിന്റ് നേരെ തിരിച്ച്. അതായത് നിങ്ങൾ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടില്ല, പക്ഷേ കസ്റ്റമർ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അഡ്വാൻസ് തന്നു. അതെ. അപ്പോൾ അഡ്വാൻസ് തരുന്ന ടൈമിൽ തന്നെ we will still have to record the VAT liability. ലെറ്റ് മീ റിഫ്രഷ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 3 പോയിന്റ് അല്ലേ, ടൈം ഓഫ് സപ്ലൈ. അതായത് ജനറൽ ടൈം ഓഫ് സപ്ലൈ ദാറ്റ് യു വിൽ ഹാവ് ടു ഫോളോ ഇസ് ഒന്നെങ്കിൽ the date when you're actually supplying the materials, or the date when you're raising the VAT invoice, or the date when you're receiving partial or full payment over here. അപ്പോൾ ഈ ഒരു കേസ് അഡ്വാൻസ് കിട്ടുമ്പോഴത്തേക്കും അതൊരു പേയ്മെന്റ് ആയി മാറി ഇവിടെ. അപ്പോൾ ദാറ്റ് ഈസ് ദി ഏർലിയസ്റ്റ് പോയിന്റ് വെർ യു ഹാവ് ടു റെക്കോർഡ് യുവർ VAT. അപ്പോൾ അഡ്വാൻസ് കിട്ടുന്നുണ്ടെങ്കിലും ആ അഡ്വാൻസിന്റെ പുറമെ തന്നെ യു വിൽ ഹാവ് ടു കളക്ട് വാറ്റ്, റെക്കോർഡ് ഇറ്റ്, ആൻഡ് ദെൻ ആ ഒരു ഫയലിംഗ് ടൈം വരുമ്പോഴത്തേക്കും തിരിച്ച് ഗവൺമെന്റിനും അത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്തു, പക്ഷേ പേയ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ പേയ്മെന്റ് കിട്ടി, ബട്ട് യു ആർ വെയിറ്റിംഗ് ടു റേസ് ദ ഇൻവോയ്സ്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്ട് എന്തായാലും മാറ്റണം. വിച്ച് എവർ ദി ഏർലിയസ്റ്റ് ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ വാറ്റ് റെക്കോർഡ് ചെയ്ത് ഗവൺമെന്റിന് യു വിൽ ഹാവ് ടു റെമിറ്റ് ഇറ്റ് ബാക്ക്വേർഡ്സ് ഓവർ ദെയർ ഇറ്റ്സെൽഫ്. അതായത് ഇതുപോലെ തന്നെ സെയിം സപ്ലൈയുടെ സമയത്തോ അങ്ങനെ ആയിരിക്കും അല്ലേ വരുന്നത്. ഏർലിയസ്റ്റ് ഓഫ് ദി സപ്ലൈ, ഏർലിയസ്റ്റ് ഓഫ് ദി വാറ്റ് ഇൻവോയ്സ് ഡേറ്റ്, ഓർ ഏർലിയസ്റ്റ് ഓഫ് ദി ഡേറ്റ് ദാറ്റ് യു ആർ റിസീവിംഗ് ദി പേയ്മെന്റ്. പാർഷ്യൽ ആവാം, ഫുൾ പേയ്മെന്റ് ആവാം. ഫെയർ എനഫ്. അപ്പം എന്തായാലും 2 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എന്താണ് എറർ സാധാരണ കാണുന്നത്? ഇപ്പം മൂന്നാമത്തെ ഒരു എറർ ദാറ്റ് വി ഹവ് ക്ലിയർലി നോട്ടീസ്ഡ് ഇസ്, ഇതിപ്പം വാറ്റ് ഇൻപുട്ടിന്റെ സൈഡാണ്. നമ്മൾ ആദ്യത്തെ 2 പോയിന്റ് എന്ന് പറയുന്നത് സെയിൽസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്കൊരു ഇഷ്യൂ വരുന്നത്. ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു എക്സ്പെൻസ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, വാട്ട് ആർ ദി 2 കോമൺ എറേഴ്സ് ദാറ്റ് വി ആർ നോട്ടീസിങ് ഇൻ ദ മാർക്കറ്റ്. ആദ്യത്തെ ഒരു ഇഷ്യൂസ്, നമുക്ക് ചിലപ്പം ചില സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഫോമ ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ടാവും. ആ പ്രൊഫോമ ഇൻവോയ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ എക്സ്പെൻസ് ബുക്ക് ചെയ്ത് അതിന്റെ പുറമെ തന്നെ വാറ്റും ബുക്ക് ചെയ്ത് വാറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും ഒരു തെറ്റായ പ്രാക്ടീസ് തന്നെയാണ്. അതായത് ഇഫ് യു ആർ ഗെറ്റിംഗ് എനി സോർട്ട് ഓഫ് ഇൻവോയ്സ് ഫ്രം യുവർ കസ്റ്റമർ, ഫ്രം യുവർ സപ്ലയർ, അത് നമുക്ക് വാറ്റ് ഇൻപുട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ ടാക്സ് ഇൻവോയ്സ്. അതായത് നിങ്ങളുടെ സപ്ലയർ നിങ്ങൾക്കൊരു പ്രൊഫോർമ ഇൻവോയ്സ് തരുവാണെന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് ഇൻവോയ്സ് അല്ല ഫോർ VAT പർപ്പസ്. ഈ പ്രൊഫോമ ഇൻവോയ്സ് എന്തുവാ? അതായത് ഒരു കൊട്ടേഷൻ പോലെ, ഇറ്റ്സ് മെന്റ് ഫോർ എ റെഫറൻസ്. അതായത് അവരുടെ റേറ്റ് നോക്കാൻ, ക്വാണ്ടിറ്റി നോക്കാൻ, ബാക്കി ഒരു അഗ്രിമെന്റിലോട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് വാങ്ങിക്കാൻ വേണ്ടി പീപ്പിൾ റേസ് ഇറ്റ് ഔട്ട് ഓവർ ദെയർ. ഇറ്റ്സ് ലൈക്ക് എ കൊട്ടേഷൻ ഫംഗ്ഷനാലിറ്റി. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഫോമ ഇൻവോയ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് വാറ്റ് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദർ വാസ് മൾട്ടിപ്പിൾ കേസസ് വെയർ കുറെ പേര് ഇതിങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അവർ വേറെ ആക്ച്വൽ ടാക്സ് ഇൻവോയ്സ് സപ്ലയറുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ആൻഡ് ദർ വാസ് സിറ്റുവേഷൻസ് വെയർ സർട്ടൻ പീപ്പിൾ ഗോട്ട് പിക്ഡ് ഫോർ അസസ്മെന്റ്. അപ്പോൾ അവരെ അസസ്മെന്റിന് പൊക്കിയപ്പോഴത്തേക്കും റാൻഡം പിക്കിംഗ് ആയിരുന്നു. അസസ്മെന്റിന് പിക്ക് ചെയ്തപ്പോഴത്തേക്കും എന്ത് പറ്റി? വെൻ ദേ വർ ചെക്കിംഗ് എന്ത് ഡോക്യുമെന്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ക്ലയന്റ് വാറ്റ് ഇൻപുട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അവർ ഈ പ്രൊഫോമ ഇൻവോയ്സ് കണ്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞു തീർച്ചയായും അത് എടുക്കാൻ പറ്റില്ല, ദിസ് ഇസ് ഇൻകറക്റ്റ്. ആൻഡ് ദെൻ ദ ക്ലയന്റ് had to pay back that money at the end of the assessment. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും തീർച്ചയായും നല്ല രീതിയിൽ കെയർഫുൾ ആയിരിക്കണം. ഒരു സപ്ലയർ ഒരു പ്രൊഫോർമ ഇൻവോയ്സ് തരുവാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ദ റെലവൻറ്റ് ടൈം ലൈൻ ഇറ്റ്സെൽഫ് ആസ്ക് യുവർ സപ്ലയർ ഫോർ ദി ആക്ച്വൽ വാറ്റ് ഇൻവോയ്സ്, ദ ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ ടാക്സ് ഇൻവോയ്സിന്റെ പുറമെ നിങ്ങൾ വാറ്റ് ഇൻപുട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ് അങ്ങ് ക്ലെയിം ചെയ്യണം. ആൻഡ് ഈ പറയുന്ന ഇൻവോയ്സിൽ എന്തെങ്കിലും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ വേണോ? കാരണം ഇൻവോയ്സ് ചില കമ്പനീസ് ഫോമാറ്റ് തന്നെ ചേഞ്ച് ചെയ്തതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു വാറ്റ് ഇൻവോയ്സ്, FTA റൂൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ സർട്ടൻ മാൻഡേറ്ററി ഐറ്റംസ് യു ഹാവ് ടു മെൻഷൻ ഇൻ യുവർ ടാക്സ് ഇൻവോയ്സ്. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ TRN, സപ്ലയറുടെ പേര്, സപ്ലയറുടെ കസ്റ്റമറുടെ പേര്, കസ്റ്റമറുടെ TRN, ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്. ഇൻവോയ്സ് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഒരു സീക്വൻഷ്യൽ ഇൻവോയ്സ് നമ്പർ തന്നെ ആയിരിക്കണം. ഇൻവോയ്സ് ഡേറ്റ് ഷുഡ് ബി മെൻഷൻ, ഐറ്റം ഡിസ്ക്രിപ്ഷൻ, quantity, rate, then line by line VAT in the applicability, VAT amount, total amount, and then amount in words. And then finally, for tax purposes, your tax invoice
ഷുഡ് ബി ഇൻ AD terms. Alright. ഇപ്പം പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഇപ്പം പുറത്തൊരു പാർട്ടിയായിട്ട് ഡീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദേ മൈറ്റ് ഇഷ്യൂ ടാക്സ് ഇൻവോയ്സസ് ഇൻ USD. ബട്ട് അതിൻ്റെ നേരെ താഴെ തന്നെ യു ഷുഡ് ഹാവ് എ സമ്മറി ഓർ യു ഷുഡ് ഹാവ് എ കൺവേർഷൻ ഓൾസോ മെൻഷൻ ഇൻ AD terms as well. ഈ ചില കമ്പനീസിൽ വെൻ നെഗോഷിയേഷൻസ് ഹാപ്പൻ ചില ക്ലയൻസ് ചോദിക്കും നിങ്ങൾക്ക് വാറ്റ് ഇൻക്ലൂസീവ് ആയിട്ട് തരാമോ. സോ അത് ഡിസ്കൗണ്ട് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടോട്ടൽ ബില്ലിങ്ങിലല്ലേ സാധാരണ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഹൗ യു പുട്ട് ലൈക്ക് 5% കാൽക്കുലേറ്റ് ചെയ്ത് Right. അത് വാറ്റ് എന്ന് കാണിച്ചുകൊണ്ട്. സോ ഇസ് ഇറ്റ് ലീഗൽ ഓർ ഇല്ലീഗൽ? അവിടെ ലീഗലോ ഇല്ലീഗൽ ആയിട്ടല്ല, വി ജസ്റ്റ് ഹാവ് ടു ഡു ഇറ്റ് ദ റൈറ്റ് വേ ഓവർ ദാറ്റ്. അതായത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആഫ്റ്റർ ഡിസ്കൗണ്ട് ഉള്ള ഒരു ഐറ്റമിനാണ് നമുക്കൊരു വാറ്റ് കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടത്. ഓക്കെ. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ലോജിക്കൽ വേ. ഇപ്പം നിങ്ങളൊരു പാർട്ടിയായിട്ട് ഒരു ഡീലിന് കയറി സെയിം 100 രൂപയ്ക്ക് സാധനം തരാം, ദർശനം അല്ല 100 രൂപയ്ക്കല്ല എനിക്ക് 80 രൂപയ്ക്ക് തരാൻ പറയും. നിങ്ങൾ ഓക്കെ കൈയൊക്കെ കൊടുത്ത് 80 രൂപയാക്കി. സോ 80 ദിറംസിന്റെ പുറമെ റെക്കോർഡ് യുവർ VAT. 100 ദിറംസിന് പുറമെ അല്ല വാറ്റ് റെക്കോർഡ് ചെയ്തിട്ട് then you are giving discount. That is not the right way of doing it. നിങ്ങളിപ്പം ഡിസ്കൗണ്ടഡ് വാട്ട് ഇസ് ദ നെറ്റ് വാല്യൂ, ദാറ്റ് ഇസ് യുവർ ടാക്സബിൾ വാല്യൂ. ആ ടാക്സബിൾ വാല്യൂടെ പുറമെ കമ്പ്യൂട്ട് യുവർ VAT. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ ഇൻവോയ്സ് ഫോർമാറ്റ്. നിങ്ങളുടെ ERP എല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ERP സ്ട്രക്ചറും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ. മറ്റെന്തൊക്കെ എറേഴ്സ് ആണ് ഉണ്ടാവാറ്? ഓക്കെ. രണ്ടാമത്തെ ഒരു വാറ്റ് ഇൻപുട്ടിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കോമൺ എറർ ദാറ്റ് ഹാപ്പൻസ് ഇസ് വളരെ കോമൺ ആയിട്ടൊരു പ്രാക്ടീസ് ആണ്. അതായത് ചില പാർട്ടികൾക്ക് നിങ്ങളിപ്പം എക്സ്പെൻസ് വന്നു, പക്ഷെ അതിൻ്റെ ഇൻവോയ്സ് കിട്ടുന്നത് ചിലപ്പം ലേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബുക്സ് റെക്കോർഡ് ചെയ്യുന്നത് ലേറ്റ് ആയിരിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ മാം ഒരു കസ്റ്റമറിന് ഒരു ഇൻവോയ്സ് കൊടുത്തു, പക്ഷെ ആ കസ്റ്റമർ എന്ത് ചെയ്യുന്നു, അവരൊരു 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും അക്കൗണ്ട് ചെയ്യുന്നത് അവരുടെ ബുക്സിൽ. അപ്പോൾ അപ്പോഴത്തേക്ക് അവരൊന്ന് ചോദിക്കും, മാം എനിക്ക് ഇന്നത്തെ ഡേറ്റിൽ ഒരു ഇൻവോയ്സ് ആക്കി തരുമോ എന്ന് ചോദിക്കും. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ടു സിംപ്ലി ഗിവ് എ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഇഷ്യൂ എ ന്യൂ ഇൻവോയ്സ് ജസ്റ്റ് ടു ചേഞ്ച് ദ ഡേറ്റ്. അത് ചെയ്യാനും പാടില്ല. അപ്പോൾ ഐഡിയലി ഓവർ ഹിയർ നിങ്ങളൊരു ഇൻവോയ്സ് കൊടുക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ദേ അക്കൗണ്ട് ഫോർ ഇറ്റ്. അപ്പോൾ വാങ്ങിക്കുന്ന ആളും അത് നിങ്ങൾക്ക് ദ പേഴ്സൺ ഹൂസ് ബൈങ് ഓർ ഹിയർ ദ ബയർ, ദേ ഹാവ് ടു മേക്ക് ഷുവർ അവർ കൃത്യമായിട്ട് ആ ഒരു പറഞ്ഞ ക്വാർട്ടറിൽ തന്നെ ആ ഒരു പറഞ്ഞ പീരീഡിൽ തന്നെ അവരുടെ വാറ്റ് ഇൻപുട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ എറേഴ്സ് വി ഹവ് സീൻ ഇസ് ചില പാർട്ടീസ് എന്ത് ചെയ്യുന്നു, സേ 1 year ബാക്കിലുള്ള ബിൽസ് എല്ലാം ഇപ്പം എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് വാറ്റ് ഒക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി റോങ്. അതൊരു മാൽ പ്രാക്ടീസ് തന്നെയാണ്. അത് അറിവൂടെ ആയിരിക്കാം, അറിവില്ലായ്മയായിരിക്കാം, ഡസൻ മാറ്റർ, ദാറ്റ് ഈസ് എ റോങ് പ്രാക്ടീസ്. അപ്പോൾ ഇവിടെ വെനെവർ യു ഗെറ്റിംഗ് ആൻ ഇൻവോയ്സ് അതായ ക്വാർട്ടറിൽ തന്നെ മാക്സിമം ബുക്ക് ചെയ്തിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ബൈ എനി ജെനുവിൻ റീസൺസ് അത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ദെൻ FTA സെയിങ് കുഴപ്പമില്ല, നിങ്ങൾക്ക് അടുത്ത ടാക്സ് പീരീഡ് വരെ സമയം തരാം. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ മിസ്സായി പോയാൽ ഇൻ ദി ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ക്വാർട്ടർ വരെ യു ഹാവ് ടൈം ടു ക്ലെയിം ഇറ്റ്. So if not this quarter, the next tax period or the next quarter you can claim it. Okay. എന്ന് വെച്ചൊരു ടൈം ലൈൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 6 months ഗ്യാപ്പിൽ യു ക്യാൻ ക്ലെയിം ഇറ്റ് ഓൾമോസ്റ്റ് എന്ന് പറയാം. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ആസ് 6 months ഈ ഒരു ക്വാർട്ടർ മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ തന്നെ അത് ക്ലെയിം ചെയ്തിരിക്കണം. ഇഫ് ഇറ്റ് ഇസ് ബിയോണ്ട് ദാറ്റ് ക്വാർട്ടർ ആൻഡ് യു ആർ ട്രൈ ടു ക്ലെയിം ഇറ്റ്, അത് കിട്ടില്ല. അപ്പോൾ മാക്സിമം വിത്തിൻ ദ നെക്സ്റ്റ് ക്വാർട്ടർ ട്രൈ ടു ക്ലെയിം ഇറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എടുക്കാൻ പാടില്ല. അതർവൈസ് ദാറ്റ് ഈസ് വെരി മെറ്റീരിയൽ. ഇപ്പം നിങ്ങൾ ഈ ഒരു ക്വാർട്ടർ മിസ്സായി, അടുത്ത ക്വാർട്ടറും മിസ്സായി എന്ന് വെച്ചോ, അപ്പോൾ എന്താ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ? അങ്ങനെയുള്ളവർ നെഞ്ചത്ത് കൈവച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഇതാണ്. ഷുവർ. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇസ് ദേ വിൽ ഹാവ് ടു കം ബാക്ക് ടു ദാറ്റ് റെസ്പെക്റ്റീവ് ക്വാർട്ടർ ആൻഡ് ഫയൽ എ വോളണ്ടറി ഡിസ്ക്ലോഷർ. അതായത് അപ് ടു 5 years ബാക്ക് വരെയുള്ള ടാക്സ് റിട്ടേൺസ് നിങ്ങൾക്ക് തിരിച്ചു പോയിട്ട് വോളണ്ടറി ഡിസ്ക്ലോഷർ ഫിൽ ചെയ്യാം. അതായത് അഥവാ എന്തെങ്കിലും സെയിൽസ്, എന്തെങ്കിലും വാറ്റ് ലയബിലിറ്റി നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ, വാറ്റ് ഇൻപുട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ, എനി ഡേറ്റ സെറേറ്റഡ് സെയിൽസ് ആയിരിക്കാം, എക്സിംപ്റ്റഡ് സെയിൽസ് ആയിരിക്കാം, ഇതിൽ എന്തെങ്കിലും ഡീറ്റെയിൽ യു ഫൗണ്ട് ദാറ്റ് അയ്യോ ഞാൻ മിസ്സായി പോയിട്ടുണ്ടെന്ന് വെച്ചാൽ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് കറക്റ്റ് ഇറ്റ്. അപ്പോൾ ആ കറക്ഷൻ മെക്കാനിസം ഇസ് എ വോളണ്ടറി ഡിസ്ക്ലോഷർ. അതിന് ഫൈൻ ഉണ്ടാവില്ലല്ലോ. ഈ വോളണ്ടറി ഡിസ്ക്ലോഷർ ചെയ്യുമ്പോൾ ഒരു ഫൈൻ ആയിട്ടല്ല, ബട്ട് ദർ ഇസ് എ ചാർജ് അഗൈൻസ്റ്റ് ഇറ്റ്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഇഫ് ഐ എം നോട്ട് റോങ് ഇറ്റ്സ് അറൌണ്ട് 2000 dirhams and then if it is being repeated I think it increases over there. Find the exact charges even I will have to see, but it doesn't come for free. ഞാൻ ഓർത്തു അത് എക്സെപ്റ്റ് ആയി കിട്ടുന്നു, അങ്ങനെ പ്രേക്ഷകരെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കായിരുന്നു. അതൊരു പെയിൻ പോയിന്റ് എവിടെയെങ്കിലും വെക്കണ്ട ഒരു വടി. അതായത് ഇങ്ങനെ അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും പോയി തിരിച്ച് ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന it will become misused over there. So there has to be a small cost to doing it, and if that input that you have missed is very significant, അവർക്കൊരു വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്തതിന് ശേഷം തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ.
എടുക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള എറേഴ്സ് അല്ലേ? അല്ലാണ്ട് മറ്റെന്തെങ്കിലും എനി അതർ ടെക്നിക് ഓർ ടിപ്പ് വേറെ ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺടർപ്രണേഴ്സ് ആവട്ടെ, ഫൈനാൻസ് എക്സ്പേർട്സ് ആവട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ വഴി? ഷുവർ. ഒരു ടിപ്പായിട്ടല്ല, ബട്ട് സംതിങ് ദാറ്റ് ഈസ് വെരി ഔട്ട് ഓഫ് ദ ബ്ലൂ. ഓൾറൈറ്റ്. അതായത് ചിലപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലായിരിക്കാം, ബട്ട് ഈ പറഞ്ഞൊരു കംപ്ലൈൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മളിപ്പം 4 ഐറ്റംസാണ് പറഞ്ഞത്. അതെ. അതായത് വൺ തിങ് ഇസ് പേയ്മെന്റ് കിട്ടുമ്പോൾ മാത്രം ഇവർ അതെ. പോയി വാറ്റ് കൊടുക്കുന്നു. രണ്ടാമത്തെ കേസസ് പേയ്മെന്റ് കിട്ടിയിട്ടും കിട്ടി. അവർ കൊടുക്കുന്നില്ല, അവർ ഇൻവോയ്സ് റേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ദാറ്റ് വി ഡിസ്കസ്ഡ് ഇസ് വെൻ ഇറ്റ് കംസ് ടു പ്രൊഫോമ ഇൻവോയ്സ്. പ്രൊഫോമ ഇൻവോയ്സിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഇഫ് ദർ ക്ലെയിമിംഗ് വാറ്റ്, അതും തെറ്റ്. ആൻഡ് നാലാമത്തെ പെയിൻ പോയിന്റ് ദാറ്റ് വി ഡിസ്കസ്ഡ് വാസ് നോട്ട് Date ക്ലെയിമിംഗ് മാറിയിട്ട്. ഇറ്റ് ഓൺ ടൈം. ഓൾറൈറ്റ്. Now ഇതെല്ലാം വെച്ചിട്ട് there are many multiple scenarios where people can go wrong. It can be clerical errors, it can be omissions, it can be manipulation. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ചാൻസസ് ഉണ്ട് നമുക്കൊരു പെനാൽറ്റി കിട്ടാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഐ വിൽ ടെൽ യു വൺ സ്മോൾ സ്റ്റോറി വെയർ ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി ആക്ച്വലി, ബട്ട് ഐ വിൽ ഗിവ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ. അതായത് there was a company owner. It was a small company. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളി ചില സെയിൽസ് ഒക്കെ പുള്ളിയുടെ വാറ്റ് ഫയലിംഗ് കാണിച്ചില്ല. പുള്ളിയും പുള്ളിയുടെ അക്കൗണ്ടന്റും എല്ലാവരും കൂടിയിട്ട് ഇറ്റ് വാസ് എൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദേ ഹാവ് ഷോൺ ഇറ്റ്. ഓൾറൈറ്റ്. കാരണം പുള്ളിക്ക് അത് വാറ്റ് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ഹി വോണ്ടഡ് ടു സേവ് ക്യാഷ് ഫ്ലോ ഓവർ ദർ. ആൻഡ് ഒരു റാൻഡം അസസ്മെന്റ് വന്ന് പൊക്കിയപ്പോഴത്തേക്കും FDA people found out that he's been omitting such sales invoices. ഓക്കെ. സ്വാഭാവികം അവരെല്ലാം തറവായിട്ട് ഒരു അസസ്മെന്റ് ചെയ്തതിന് ശേഷം, തറവായിട്ട് ഒരു ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു ലെറ്റർ അങ്ങോട്ടേക്ക് കൊടുത്തു, ഒരു ലെറ്റർ അല്ല, ഒരു നോട്ടിഫിക്കേഷൻ അങ്ങോട്ടേക്ക് കൊടുത്തു, സേയിങ് ദാറ്റ് അസസ്മെന്റ് കംപ്ലീറ്റ് ആയി സക്സസ്ഫുള്ളി. ഇതിന്റെ കൂടെ ടാക്സ് ലയബിലിറ്റി നിങ്ങൾ വെട്ടിക്കാൻ നോക്കിയത് എത്രയാണോ അതൊരു ടാക്സ് ലയബിലിറ്റി തിരിച്ച് ഗവൺമെന്റിന് കൊടുക്കണം. അതല്ലാണ്ട് തന്നെ ഒരു പെനൽറ്റി എമൗണ്ടും ഇവർക്ക് അവാർഡായി കിട്ടി. ഓക്കെ. ഫോർ എക്സാമ്പിൾ സേ ടോട്ടൽ 500,000 dirhams ആണ്. ഇറ്റ് വാസ് ആക്ച്വലി സ്ലൈറ്റ്ലി മോർ, ബട്ട് ഫോർ എക്സാമ്പിൾ ഐ എം സെയിങ് 500,000 dirhams ആണ് പുള്ളിക്കൊരു ലയബിലിറ്റി വന്നേക്കുന്നത്. അതിൽ 300,000 ബിലോങ് ടു ദ ടാക്സ് ലയബിലിറ്റി ആൻഡ് 200,000 ബിലോങ്സ് ടു പല പല ഫൈൻസ് എല്ലാം കിട്ടിയതിന്റെ. ഓക്കെ. നൗ ഇയാൾ എന്ത് ചെയ്തു, ഡെഫിനറ്റ്ലി 500,000 ഇസ് എ വെരി ബിഗ് സം, പെട്ടെന്ന് ഒരു ദിവസം കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഹി അപ്രോച്ച്ഡ് എ സർവീസ് പ്രൊവൈഡർ ആൻഡ് ഈ സർവീസ് പ്രൊവൈഡർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കത് ഈസി ആയിട്ട് വേവ് ഓഫ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഇയാൾ ഒരു he felt comfortable with it. He is like, okay, you know what, actually നമുക്കതൊന്ന് നോക്കിയാലോ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഈ പെനാൽറ്റിയുടെ 200,000 dirhams അവർക്കൊന്ന് കൈമാറാം. ആൻഡ് ദെൻ വാട്ട് ദേ വിൽ ഡു, അവർ പോയി അത് അടച്ച് ബാക്കി 500,000 വേവ് ഓഫ് ചെയ്ത് തരും. അപ്പോൾ 500,000 they said give them 200,000 and then they will take care of the rest 300,000 and waive it off. From a business owner point of view, they're like, okay, കുഴപ്പമില്ല, 500,000 എന്തായാലും കൊടുക്കാൻ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അതിൽ 200,000 മാത്രം കൊടുത്തിട്ട് 300,000 പുള്ളിക്ക് ലാഭിക്കാമല്ലോ അവിടെ. അത് കൊടുത്തതിന് ശേഷം വിത്തിൻ 2 to 3 days ടൈം പുള്ളി വളരെ ഹാപ്പിയായി. പുള്ളി ലോഗിൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും, പുള്ളിയുടെ പോർട്ടലിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ആ 500,000 dirhams ലയബിലിറ്റി കൊടുക്കാനുള്ളത് അത് 0 ആയി മാറി. സോ ദെൻ ഹി വാസ് ലൈക്ക്, വാവ്, വണ്ടർഫുൾ. പുള്ളി ഹാപ്പിയായി. And then in that same day itself, the service provider gave him a letter from FDA saying that all your fines and liabilities have been waived off എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററും കിട്ടി. പുള്ളി തീർച്ചയായും ഹാപ്പിയായി മാറി. And then എന്തിനോ when he approached us and then we were doing a study on his corporate on his Emirattax portal, നമ്മൾ പുള്ളിയുടെ ലാസ്റ്റ് വാറ്റ് ഫയലിംഗ് കയറി നോക്കിയപ്പോഴത്തേക്കും we could see that മറ്റയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ he went to his VAT return and he claimed a bogus amount of 500,000 dirhams in VAT input. അതായത് എക്സ്പെൻസ് കൂട്ടി കാണിച്ചിട്ട് 500,000 dirhams VAT input കിട്ടിയെന്ന് പുള്ളി അവിടെ കാണിച്ചു. അപ്പൊ അത് സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്തായി, പോർട്ടലിൽ നോക്കുമ്പോൾ 500,000 dirhams ഗവൺമെന്റ് പുള്ളിക്ക് കൊടുക്കാനുണ്ട്, 500,000 പുള്ളി ഗവൺമെന്റിന് കൊടുക്കാനുണ്ട്. രണ്ടും നെറ്റ് ഓഫ് ആയത് 0 ആയി മാറി. അവിടെ എന്തായാലും ദാറ്റ് വാസ് എ മാൽ പ്രാക്ടീസ്. ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ he took 200,000 dirhams from the business owner and then പുള്ളി later abscond ആയിട്ടുണ്ട് and he did a bogus filing. And then shortly after that, കാരണം ഇത്രയും വലിയൊരു VAT input പുള്ളിയുടെ റിട്ടേണിൽ വന്നപ്പോഴത്തേക്കും in the next month itself FDA അത് പൊക്കി. And then they asked him to prove ഇതെന്തുവാ സംഭവം, ഈ 500,000 VAT input എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞ് ചോദ്യം വന്നു. ആ ഒരു പോയിന്റിലാണ് ആ പാവം പിടിച്ച ബിസിനസ് ഓണർ he approached us and he asked us for advice. At that point it was too late. There was the only way to do here is അത് പോയി തിരിച്ച് കറക്റ്റ് ചെയ്യുക
500,000 എന്ന ഫിഗർ വിൽ ബി എ ലയബിലിറ്റി. ഇനി FTA വിൽ നെവർ വേവ് ഓഫ് ദി എൻറ്റയർ എമൗണ്ട്. അതായത് ഒരു ടാക്സ് ലയബിലിറ്റി നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ FTA വിൽ നെവർ വേവ് ഇറ്റ് ഓഫ്. ഇൻസ്റ്റെഡ് ആ ഒരു പെനൽറ്റി പോർഷൻ ഉണ്ടാവും. പെനൽറ്റി പോർഷൻ ഉള്ളപ്പോൾ യു ക്യാൻ ഗോ ആൻഡ് ആസ്ക് ഫോർ എ വേവർ, അപേക്ഷിക്കാം അവിടെ. അതായത് ഇതൊന്ന് വേവ് ഓഫ് ചെയ്ത് തരാമോ, ഒരു റീകൺസിഡറേഷൻ റിക്വസ്റ്റും കൊടുക്കാം, ഒരു അപ്പീൽ സിസ്റ്റം ഉണ്ട് ഇതിൽ. അതെല്ലാം വർക്ക് ആയിട്ടില്ലെങ്കിൽ യു ക്യാൻ ഗിവ് ആൻ ഒബ്ജെക്ഷൻ ടു ദ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ്. അപ്പൊ അതാണ് ഒരു ലീഗൽ പ്രൊസീജിയർ ഓവർ ദർ. അതായത് പ്രോപ്പർ പോർട്ടലിൽ കയറിയിട്ട് ഒരു അപേക്ഷ റിക്വസ്റ്റ് ചെയ്യുക. അപേക്ഷ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒബ്ജെക്ഷൻ ആയിട്ട് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ തന്നെ കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ദി അതർ പേഴ്സൺ ഡിഡ് എ ബോഗസ് ഫയലിംഗ് and he ran away with the money. അപ്പോൾ ചില ബിസിനസ് ഓണേഴ്സ് മൈറ്റ് ഗെറ്റ് ട്രാപ്ഡ് ഇൻ സച്ച് ഫ്രോഡുലന്റ് ടിപ്സ് ഓർ അഡ്വൈസസ് ആസ് വെൽ. പിന്നീട് നോക്കിയപ്പോൾ വി ആർ ലൈക്ക്, പുള്ളിക്ക് ഒരു ലെറ്റർ കിട്ടിയെന്നല്ലേ പറഞ്ഞ FT എന്ന്. ടേൺസ് ഔട്ട് ദാറ്റ് വാസ് എ ഫേക്ക് ലെറ്റർ ആസ് വെൽ. അവരുടെ ലെറ്റർ ഹെഡ് ചുമ്മാ ഉണ്ടാക്കിയിട്ട് പുള്ളി തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തൊരു ഫിഗർ തന്നെയാണ്. സോ ദെൻ വി നോ ഇഫ് someone says they will waive off your penalty fully, be very careful, think twice. How are they going to do it? If they're going to do it through proper channels, like നിങ്ങളുടെ പോർട്ടലിൽ കയറി submit a proper request, submit a proper reconsideration request or a penalty waiver option. അപ്പോൾ when someone comes and tells you that you know നിങ്ങൾക്ക് ഫൈൻ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും അത് മൊത്തത്തോടെ വേവ് ഓഫ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞാൽ തിങ്ക് ട്വൈസ്. അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം, കാരണം ഇങ്ങനത്തെ ഫ്രോഡുലന്റ് അഡ്വൈസസ് മാർക്കറ്റിൽ ഉണ്ട്. സോ ചെക്ക് വിത്ത് ദം ഹൗ ആർ ദേ ഗോയിങ് ടു ഡു ഇറ്റ്. ഇഫ് ദേ ആർ ഗോയിങ് ടു ഡു ഇറ്റ് ത്രൂ ദ പ്രോപ്പർ ചാനൽസ്, അതായത് പ്രോപ്പർ ഒരു പെനൽറ്റി വേവർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റീകൺസിഡറേഷൻ ആപ്ലിക്കേഷൻ പോർട്ടലി ത്രൂ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി വാലിഡ് ഓപ്ഷൻ തന്നെ, ആൻഡ് ദാറ്റ്സ് എ വാലിഡ് അഡ്വൈസ്. അഥവാ അത് റിജക്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഗോ ടു ദി ഫൈനൽ സ്റ്റെപ്പ് ദാറ്റ് യു ക്യാൻ ഗോ ആൻഡ് ഒബ്ജെക്ട്. You can raise an objection to tax dispute resolution committee through the Ministry of Justice site itself. അപ്പോൾ ആ ഒരു പ്രോപ്പർ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന ഒരു അഡ്വൈസ് ആണെന്നുണ്ടെങ്കിൽ ഗോ അഹെഡ് വിത്ത് ഇറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നോ ദാറ്റ് അതിലെന്തോ ഡൈപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ മാജിക് നടക്കില്ല. കാരണം റിമെമ്പർ, ഒരു വാറ്റ് ലയബിലിറ്റി വരുമ്പോൾ, അതായത് ടാക്സിന്റെ എമൗണ്ട് ഗവൺമെന്റ് വിൽ നെവർ ലെറ്റ് ഇറ്റ് ഗോ. യു ഹാവ് ടു പേ ഇറ്റ് നോ മാറ്റർ വാട്ട്. ദ പെനൽറ്റി പോർഷൻ ഇസ് വാട്ട് യു ക്യാൻ ആസ്ക് ഫോർ എ റീകൺസിഡറേഷൻ, ഒരു അപേക്ഷ കൊടുക്കാം. അപ്പോൾ ടാക്സിന്റെ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അടിച്ചിരുന്നേ പറ്റൂ. പെനൽറ്റിയുടെ പോർഷൻ അല്ലെങ്കിൽ ഫൈനിന്റെ പോർഷൻ മാത്രം നിങ്ങൾക്ക് പോയി റീകൺസിഡറേഷൻ അല്ലെങ്കിൽ വേവർ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓൾറൈറ്റ്. ഓ മൈ ഗോഡ്, ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും is there any other before we conclude, is there any other concluding tips for our viewers? Definitely. If I have to summarize this bit over here, now there are multiple areas. അതായത് കുറേ ഭാഗമുണ്ട് നമുക്ക് തെറ്റ് വരുത്താൻ. അത് വാറ്റ് ഇൻപുട്ടിലാവും, വാറ്റ് ഔട്ട്പുട്ടിലാവും, നമ്മൾ കീപ്പ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിലാവാം. ഈ മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഈ എറേഴ്സ് തീർച്ചയായും അതൊന്ന് അവയർനെസ് ആദ്യം വേണം. സ്റ്റോപ്പ് സച്ച് മാൽ പ്രാക്ടീസസ് ഓർ സച്ച് എറേഴ്സ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ടു നോ, ആൻഡ് ദെൻ ഓൾവേസ് ഫോളോ ദ റൈറ്റ് അഡ്വൈസ്. അതായത് ഈ ഒരു മാർക്കറ്റിൽ പെനൽറ്റി കിട്ടാൻ നല്ലൊരു സാധ്യത ഉണ്ട്. എന്ത് തെറ്റ് ചെയ്താലും ദർ ഇസ് ഓൾവേസ് എ പെനൽറ്റി ഫോർ എവറിത്തിങ്. ഐ മീൻ ദാറ്റ് ഇസ് യു ഐ. നിങ്ങളിപ്പം റോഡിലൊരു ചെറിയ സ്പീഡ് കൂടി പോയാൽ സ്പോട്ടിൽ തന്നെ 600 dirhams വിൽ ഗെറ്റ് സ്പീഡിംഗ് ഫൈൻ ഓവർ ദർ. അതിലും കൂടുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പോയിന്റ്സും മറ്റേതെല്ലാം കിട്ടും. എന്ന് പറഞ്ഞതുപോലെ UAE is built on a very disciplined way. അപ്പോൾ ആ ഡിസിപ്ലിൻ ആയിട്ട് പോകണം. ട്രൈ ടു സ്റ്റേ അവേ ഫ്രം സച്ച് മാൽ പ്രാക്ടീസസ് ആൻഡ് എറേഴ്സ്. ആൻഡ് ഇഫ് എവർ you have some sort of penalties or liabilities that you have to settle and you want to request for a waiver or a reconsideration, do it the right way through proper channels. All right. Thank you so much, Jason. It was wonderful. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഉറപ്പാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് വാലിഡ്, അവരറിയാണ്ട് ചെയ്തു പോകാൻ സാധ്യതയുള്ളതും അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ യാദൃശ്ചികമായി ചെയ്തു പോകുന്ന തെറ്റുകൾക്കും ഒക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഡിസ്കഷനുമായിട്ട് നമുക്ക് എത്താം അല്ലേ? സോ യു വർ വാച്ചിങ് എക്സ്പേർട്ട് അഡ്വൈസ്. ഈ ജേസൺ മണ്ഡപത്തിലെ നമ്പർ ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട്, 056-693-6999. ഈ നമ്പറിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക ഓൺ വാട്സ്ആപ്പ്, ഓൺ കോൾ, ആൻഡ് യു ക്യാൻ ഗെറ്റ് എസ് അഡ്വൈസ്. ഇല്ലെങ്കിൽ ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിലൂടെ അപ്പോയിൻമെന്റ് എടുത്ത് പോയി കാണാവുന്നതുമാണ്. സോ കീപ് വാച്ചിങ് NTV. ടേക്ക് കെയർ. Bye-bye.